ഹായ് ഫ്രണ്ട്സ്, 3 ബെഡ്റൂമുള്ള ഒരു ബഡ്ജറ്റഡ് വീടിൻ്റെ വിശേഷമായിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ വീടിന് ഇപ്പോൾ 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമുക്ക് ട്രിവാൻഡ്രത്ത് അന്തിയൂർക്കുളം എന്ന സ്ഥലമാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കാട്ടാക്കട പോകുന്ന ഭാഗത്ത് ഒരു അന്തിയൂർക്കുളം എന്ന സ്ഥലമുണ്ട്. അപ്പം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് വരുന്നത്. അന്തിയൂർക്കുളം ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ നമുക്ക് 1 കിലോമീറ്ററും മലയൻകീഴിൽ നിന്ന് 3 കിലോമീറ്ററും. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ അടുത്തെത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീട് 3 ബെഡ്റൂമാണ് വരുന്നത്. 250 സെൻറ്റിൽ 1450 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ബോക്സ് ടൈപ്പിലുള്ള ഒരു എലിവേഷൻ ലുക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മതിലെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. റെസിഡൻസ് ഏരിയയാണ്. നമുക്ക് ചുറ്റുപാടും തന്നെ വേറെയും ധാരാളം വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തും നമുക്ക് ധാരാളം വീടുകൾ കണ്ടോ, റെസിഡൻസ് ഏരിയ ഉണ്ട് തന്നെ നമുക്ക് ധാരാളം വീട് കാണാൻ സാധിക്കും. പിന്നെ കൂടാതെ നമുക്കിവിടെ ഫുള്ള് തന്നെ ടാർ ചെയ്തിട്ടുണ്ട് റോഡ് ഇത്. അപ്പം ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു കവേർഡ് കാർ പാർക്കിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാർ വരെ നമുക്ക് ഇടാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് പൈപ്പും കിണറും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ വീടിൻ്റെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്കിവിടെ കിണർ കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഇവിടെയാണ് കിണർ വരുന്നത്. അതിൻ്റെ തൊട്ട ബാക്കിൽ തന്നെ നമുക്ക് നനകല്ലും ഒരു പൈപ്പ് കണക്ഷനും ആ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് സിറ്റ് ഔട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് പോർഷനിലെ സിറ്റ് ഔട്ട് നമുക്ക് 10x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ സൈഡിൽ നമുക്കിവിടെ വാളിലെല്ലാം തന്നെ വാൾ ടൈലൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് സിറ്റ് ഔട്ടിൻ്റെ ലുക്ക് വരുന്നത്. ഇനി നമുക്കിവിടെ നോക്കേണ്ട മെയിൻ എൻട്രൻസ് ഡോറാണ് നോക്കേണ്ടതുണ്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡോറിൽ ഈ ഒരു പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടുത്തെ ഈ ഡിസൈൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡോർ ഫുള്ളും തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴെ നമുക്ക് ഫുള്ള് കട്ടളന്നുണ്ടോ, നമുക്ക് ഈ ഭാഗത്തും വരുന്ന ഒരു ടൈപ്പാണ് നമുക്ക് ഡോറ് വരുന്നത്. ഇനി നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നല്ല നീളത്തിലുള്ള ഒരു ഹാൻഡിലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് ഡോറിന്. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് TV യൂണിറ്റാണ് കണ്ടോ. അപ്പുറത്തെ ഭാഗത്ത് നമുക്കൊരു ഡൈനിങ് ഏരിയ, പിന്നെ ഇവിടെ ഒരു വാഷിംഗ് കൗണ്ടർ, പിന്നെ നമുക്ക് കിച്ചൺ കണ്ടോ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്കിപ്പം ലിവിങ് ഏരിയ വരുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 16x10 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് നമുക്ക് സീലിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് ഇപ്പോൾ PVC പാനലിലാണ് കണ്ടോ ഈ സൈഡ് പോർഷനിലെല്ലാം ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്തുകൊണ്ട് ഈ ഇപ്പുറത്തുകൊണ്ട് കണ്ടോ. അപ്പോൾ PVC പാനലിലാണ് നമുക്ക് ഈ സൈഡിലെ വാളിൽ ഫുള്ള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലൊക്കെ PVC പാനലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയ നമുക്ക് 16x10 ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയയും വരുന്നത്. നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഇവിടെ ആയിട്ട് നമുക്കുണ്ടാവും കുറച്ച് ഫാൻസി ലൈറ്റൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വർഗോള പോലത്തെ ഒരു സംഭവം നമ്മുടെ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് നമുക്ക് അവിടെ കർട്ടൻ ഇട്ടാതെ മറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡിസൈനായിട്ട് നമുക്ക് പുറത്ത് കാണാൻ വേണ്ടിയുള്ളൊരു ടൈപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ നമുക്ക് വാഷിംഗ് ഏരിയ ഇതാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു മിറർ വെച്ചിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിറർ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ വാഷ് ബേസിംഗ് ഉണ്ടോ, ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റാണ് വെച്ചിട്ടുള്ളത്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് എവിടെയും വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടുത്തെ കിച്ചനാണ് കാണേണ്ടത്. കിച്ചൺ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഈ കിച്ചൻ്റെ ഉള്ളിലോട്ട് കയറി കാണാം. ഇവിടെ കാണുന്ന കിച്ചൺ 10x18 ഡയമെൻഷനിലുള്ള ഒരു കിച്ചനാണ് വരുന്നത്. നമുക്ക് തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കിച്ചൺ ഫുള്ളും തന്നെ നമുക്ക് ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു നമുക്ക് കിച്ചണിലെ വർക്ക് ഫുള്ള് വരുന്നുണ്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന, നല്ല കാണാനും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി ഉണ്ടോ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സിങ്ക് കണ്ടോ, ഈ ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കണ്ടോ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയൊക്കെ നമുക്ക് പറ്റുന്ന ഒരു ടൈപ്പ്
പൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ഈ ഒരു ഏരിയ ഫുള്ള് വരുന്നത്. ഇപ്പോൾ കിച്ചണിൻ്റെ മുകളിൽ നമുക്ക് കണ്ട് ഇവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഹോൾ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ കിച്ചണിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ കണ്ടായിരുന്നു. ഇനി നമുക്കിവിടെ താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് മുകളിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത് കേട്ടോ. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ നമുക്ക് ബെഡ്റൂം നമ്മൾ കയറി വരുമ്പോൾ ഇത് ടി വി യൂണിറ്റ് വരും, അതിൻ്റെ തൊട്ട് ഇടത് ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബെഡ്റൂം കൂടെ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ബെഡ്റൂം 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ടൈല് നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതൊരു ടൈപ്പ് ടൈലിങ് തന്നെയാണ്. നമുക്ക് മുകളിൽ സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്കിവിടെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടുത്തെ പെയിൻറ്റിങ് ഒക്കെ ഇതാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിവുഡ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു മിററൊക്കെ വരുന്നുണ്ട്. 2 ഡോറാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ കണ്ടോ ഫുള്ളും തന്നെ കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് ആയിട്ട് മുകളിൽ ഫുള്ളും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഈ ഒരു സൈഡിൽ ഒതുങ്ങിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമുക്കിവിടെ തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈല് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് സെറയുടെ പ്രോഡക്റ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ കണ്ട ഷവർ വെച്ചിട്ടുണ്ട്. ടൈല് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടൈലിങ്ങാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ മിറർ ലൈറ്റിങ്ങും ബാക്കി എല്ലാ സംഭവങ്ങളും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് സ്റ്റെയർ വരുന്നത്, ഡൈനിങ് ഏരിയയുടെ തൊട്ടിപ്പുറത്ത്. പിന്നെ ഇവിടെ കയറി പോകുന്ന ഈ ഭാഗത്ത് കണ്ടോ കുറച്ച് സ്പേസ് കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ഡെക്കോറൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലെ കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഹാൻഡിൽസ് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഫാൻസി ലൈറ്റൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയറുന്ന സ്റ്റെപ്പിൻ്റെ സൈഡിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കണ്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ മുകളിലെ ഹോളിൻ്റെ വലിപ്പവും ബാക്കി 2 ബെഡ്റൂമൊക്കെ നോക്കാം. മുകളിൽ നമ്മൾ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 18x16 ഡയമെൻഷനിലുള്ളതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. നമ്മൾ കയറി വന്ന സ്റ്റെപ്പ് നമ്മളിങ്ങനെയാണ് വരുന്നത്. തൊട്ട് ഇവിടെ മുകളിൽ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇങ്ങനെയാണ് സ്പേസ് വരുന്നത്. അപ്പോൾ നമ്മൾ താഴെ കണ്ട അതേ ടൈപ്പ് പാറ്റേണിലുള്ള ടൈലാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇൻ ഔട്ട് കണക്ഷനൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 18x16 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. നമുക്കിവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്തും ഒരു ബെഡ്റൂം നമുക്ക് ഇപ്പുറത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പം ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ കാഴ്ച കൊണ്ട് കയറി കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഈ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ 14x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പുറകെ ഇവിടെ ഈ ഒരു ചുമലിൽ ചെറിയൊരു ആർട്ട് വർക്ക് പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴെ കണ്ട അതേ ഒരു ടൈപ്പ് തന്നെയാണ് കണ്ടു ഇവിടുത്തെ വാർഡ്രോബും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വാഷ്റൂം ആ ഒരു കോർണറിൽ തന്നെ അത് ഒതുങ്ങി ഇരിപ്പുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ലൈറ്റിങ് കൊടുത്ത് നമുക്കിവിടെ വരുമ്പോൾ PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സെയിം നമ്മൾ താഴെ കണ്ട അതേ ഒരു രീതി തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സ്പെക്കും നമ്മൾ താഴെ കണ്ട അതേ ഒരു ടൈപ്പ് തന്നെയാണ്, ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലൊക്കെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റത്തെ ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂമിന് നമുക്ക് വരുന്ന സൈസ് 16x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം കൂടെ വരുന്നത്. ഇവിടെ ടൈലിങ് എല്ലാം സെയിം തന്നെയാണ്. നമുക്കിവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴോട്ടൊക്കെ വ്യൂ കിട്ടുന്ന ടൈപ്പ് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു കളർ തീമാണ് പാറ്റേൺ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നേരത്തെ കണ്ട 2 ബാത്റൂമിനേക്കാൾ ഇത് കുറച്ചും കൂടെ ചെറുതാണ്. പക്ഷേ നമുക്ക് ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും ഇതിലുള്ളത് അപ്പുറത്ത് കണ്ട പോലത്തെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എടുത്തു പറയേണ്ടത് ഇവിടെ ഒരു ഓപ്പൺ ബാൽക്കണി ആണ് ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 14x14 ഡയമെൻഷനുള്ള ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ആണ് ഇവിടെ ടൈലിങ് കൊടുത്തിട്ടുള്ളത്. മഴ പെയ്താൽ അങ്ങനെ പെട്ടെന്ന് ചറുകയൊന്നുമില്ല, അങ്ങനത്തെ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഓപ്പൺ ബാൽക്കണിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മുകളിൽ സ്റ്റെയർ കയറി പോകുന്നത് നമുക്ക് ഈ ഭാഗത്താണ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മുകളിൽ ടെറസിലോട്ട് പോകാൻ വേണ്ടിയുള്ള വഴി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ
ആസ്കിംഗ് പ്രൈസ് വരുന്നത് 55 ലക്ഷം മാത്രമാണ്. അത് തീർത്ത് നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹോം ലോൺ എടുക്കാനും നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ലോ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും നമ്മുടെ ഈ നമ്പറിലൊന്ന് ബന്ധപ്പെടുക. ട്രിവാൻഡ്രത്ത് പല സ്ഥലത്ത് നമുക്ക് ധാരാളം വീടുകൾ കിടപ്പുണ്ട്. നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് ആ വീടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ഭവനം നിങ്ങൾക്ക് തന്നെ സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.